കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പ്ലാച്ചേരി ഫാത്തിമ മാതാ ദേവാലയത്തിന്റെ 75-ാം വാർഷിക ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ചുരുങ്ങിയ 75 ദിവസങ്ങൾ കൊണ്ടാണ് ഇടവകാംഗങ്ങൾ 14 ഭാഷകളിലായി വിശുദ്ധ ഗ്രന്ഥം പകർത്തിയെഴുതിയത്. ഹീബ്രു, ലാറ്റിൻ, ഗ്രീക്ക്, റഷ്യൻ, ഫ്രഞ്ച്, ചൈനീസ്, സ്പാനിഷ്, ജർമ്മൻ, അറബിക്, നേപ്പാളി, ഹിന്ദി, ഇംഗ്ലീഷ്, സിറിയക്, മലയാളം എന്നീ 14 ഭാഷകളിലായാണ് ബൈബിൾ പകർത്തിയെഴുതപ്പെട്ടത്. വെറും 75 ദിവസങ്ങൾ കൊണ്ട് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് ഒരു അത്ഭുതമായാണ് തനിക്ക് തോന്നുന്നതെന്ന് പ്ലാച്ചേരി ഇടവക വികാരി ഫാദർ ജോസഫ് മരുതയിലിൽ പറഞ്ഞു. എടവപ്പള്ളിയുടെ ജൂബിലിയോടനുബന്ധിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതാമെന്നുള്ളൊരു ആശയം മുൻപോട്ട് വന്നത്. ജൂബിലി സമാപനത്തിന് 75 ദിവസങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതാനായിട്ട് തുടങ്ങിയത്. ഒരു ചലഞ്ച് എന്ന രീതിയിൽ മുമ്പോട്ട് വന്നത് എല്ലാവർക്കും മലയാളം എഴുതാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയാസമുണ്ട് എന്നുള്ളതാണ്. ആകെ 75 വീടുകൾ മാത്രമുള്ള ഇടവകയിൽ എല്ലാവരും മലയാളത്തിൽ എഴുതാന്ന് പറയുന്നത് അപ്പം മുതിർന്നവർക്ക് മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. കുട്ടികൾക്ക് എഴുതാനായിട്ട് ഇച്ചിരി ക്രൈസിസ് വരും, ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇഷ്ടമുള്ള ഭാഷകൾ എഴുതിക്കൊള്ളാനായിട്ട് പറഞ്ഞത്. അത് ഇത്രയും വലിയൊരു അത്ഭുതമായി തീരുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കാരണം വ്യത്യസ്ത ഭാഷകൾ അറിയാവുന്ന ആളുകൾ നമ്മുടെ ഇടവകയിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് ഓരോരുത്തർ അവർക്ക് അറിയാവുന്ന ഭാഷകളൊക്കെ എഴുതി. അങ്ങനെ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 14 ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥം പൂർത്തീകരിക്കാനായിട്ട് 14 ഭാഷകളിലായിട്ടാണ് നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ 75 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഈ കാലഘട്ടത്തിൽ വചനത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട്, വചനം പ്രഘോഷിക്കാനായിട്ട് കിട്ടിയ ഒരു വ്യത്യസ്തമായ ഒരു അവസരം. പകർത്തിയെഴുതിയ പ്രതികളുടെ പ്രകാശനം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ നിർവഹിച്ചു. ജൂബിലി ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാനായി എത്തിയ എല്ലാവർക്കും സ്നേഹോപഹാരമായി ഇടവകയിലെ അമ്മമാർ കൈകൊണ്ട് കെട്ടി നിർമ്മിച്ച ജപമാലകൾ നൽകി. ഷെക്കിന ന്യൂസ്, പത്തനംതിട്ട.